प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 30-ാമത്തെ അധ്യായം പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ. അവസാനത്തെ 6 ശ്ലോകങ്ങൾ വായിക്കാം. 46 മുതൽ 51 വരെ വായിക്കാം. ഭസ്മസാത് ക്രിയമാണാംസ്താൻ ദ്രുമാൻ വീക്ഷ്യ പിതാമഹഃ ആഗത ശമയാമാസ പുത്രാൻ ബർഹിഷ്മതോ നയൈഃ തത്രാവശിഷ്ടായേ വൃക്ഷാ ബീദാ ദുഹിതരം തദാ ഉജ്ജഹൃസ്തേ പ്രചേതോഭ്യ ഉപദിഷ്ടാ സ്വയംഭുവാ തേജാ ബ്രഹ്മണമാദേശാൻ മാരിഷാമുപയേമിരേ യസ്യാം മഹത് അവജ്ഞാനാത് അജന്യാ ജനയോ നിജഃ ചാക്ഷുഷേ ത്വന്തരേ പ്രാപ്തേ പ്രാക്സർഗേ കാലവിദ്രുതേ യാ സസർജ പ്രജാ ഇഷ്ടാ സദക്ഷോ ദൈവചോദിതഃ യോ ജായമാന സർവേഷാം തേജസ്തേജസ്വിനാം രുചാ സ്വയോപാദത്തദക്ഷ്യാ ച കർമ്മണാം ദക്ഷമബ്രുവൻ തം പ്രജാ സർഗരക്ഷായാം അനാദി അഭിഷിച്യ ച യുയോജയുജേന്യാം ച സവൈ സർവപ്രജാപതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 30 പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ. ശ്ലോകം 46. തസ്മാത് ക്രിയമാണാംസ്താൻ ദ്രുമാൻ വീക്ഷ്യ പ്രതാമഹ ആഗതഃ ശമയാമാസ പുത്രാൻ ബർഹിഷ്മതോ നയേഹ. വിവർത്തനം. ഭൂമിയുടെ ഉപരിതലത്തിലെ വൃക്ഷങ്ങളെല്ലാം ചാമ്പലാകുന്ന കണ്ട ബ്രഹ്മദേവൻ ഉടൻ തന്നെ അവിടേക്ക് വരികയും ബർഹിഷ്മാൻ രാജാവിന്റെ പുത്രന്മാരെ നയപരമായ വാക്കുകൾ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഹരി കൃഷ്ണ. ശ്ലോകം 47. തത്രാവശിഷ്ടായേ വൃക്ഷാഭീദാദുഹിതരം തഥാ ഉജ്ജഹൃസ്തേ പ്രചേതോഭ്യ ഉപദിഷ്ടാഹ സ്വയംഭുവാ. വിവർത്തനം. അവശേഷിച്ച വൃക്ഷങ്ങൾ പ്രചേതാക്കളെ വളരെയധികം ഭയപ്പെട്ടു. ബ്രഹ്മാവിന്റെ ഉപദേശത്താൽ പ്രചേതാക്കൾ വൃക്ഷങ്ങളുടെ പുത്രിയെ വേഗം മോചിപ്പിച്ചു. ഹരി കൃഷ്ണ. ശ്ലോകം 48.
തേജബ്രഹ്മണ ആദേശാത് മാരിഷാമുപയേമിരേ യസ്യാം മഹദവജ്ഞാനാത് അജന്യജനയോനിജഃ. വിവർത്തനം. ബ്രഹ്മാവിന്റെ ആദരിച്ച് പ്രചേതാക്കൾ ആ പെൺകുട്ടിയെ അവരുടെ പത്നിയായി സ്വീകരിച്ചു. ഈ പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ബ്രഹ്മാവിന്റെ ദക്ഷൻ എന്നു പേരുള്ള പുത്രൻ ജനിച്ചത്. മഹാദേവനെ ധിക്കരിക്കുകയും അനാദരിക്കുകയും ചെയ്തതുമൂലമാണ് ദക്ഷന് മാരിഷയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജന്മമെടുക്കേണ്ടി വന്നത്. പരിണിത ഫലമായി അവന് 2 തവണ തന്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു. ഹരികൃഷ്ണ. ശ്ലോകം 49. ചാശുക്ഷേ ത്വന്തരേ പ്രാപ്തേ പ്രാപ്സർഗേ കാലവിദ്രുതേ യഃ സസർജ പ്രജാ ഇഷ്ടഃ സദക്ഷോ ദൈവ പ്രചോദിതഃ. വിവർത്തനം. മുൻ ശരീരം നശിപ്പിക്കപ്പെട്ടെങ്കിലും അതേ ദക്ഷൻ പരമേച്ഛയാൽ പ്രചോദിതനായി അഭികാമ്യരായ എല്ലാ ജീവസത്തകളെയും ചാക്ഷുഷ മന്യന്തരത്തിൽ സൃഷ്ടിച്ചു. ഹരികൃഷ്ണൻ. ശ്ലോകം 50-51. യോജായമാനഃ സർവേഷാം തേജസ്തേജസ്സിനാം രുചാ സ്വയോപാദത്തദാക്ഷ്യാച കർമ്മണാം ദക്ഷമബ്രുവൻ തം പ്രജാ സർഗരക്ഷായ അനാദിരഭീക്ഷ്യ ച യുയോജയുജുജേ അന്യാം ച സവൈ സർവ പ്രജാപതി. വിവർത്തനം. ജനിച്ചതിന് ശേഷം ദക്ഷൻ തന്റെ പരമോത്കൃഷ്ടമായ ശരീര തേജസ്സുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം ശാരീരിക ഐശ്വര്യങ്ങൾ നിഷ്പ്രഭമാക്കി. ഫലേച്ഛാ കർമ്മങ്ങളുടെ നിർവഹണത്തിൽ അതിവിദഗ്ധനായിരുന്നതിനാൽ അവൻ വളരെ വൈദഗ്ധ്യമുള്ളവൻ എന്നർത്ഥം വരുന്ന ദക്ഷൻ എന്ന് വിളിക്കപ്പെട്ടു. അതിനാൽ ജീവസത്തകളെ ഉൽപ്പാദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ജോലി ബ്രഹ്മദേവൻ അവനെ ഏൽപ്പിച്ചു. ദക്ഷനും യഥാകാലം മറ്റ് പ്രജാപതിമാരെ ജനയിതാക്കൾ ഉൽപാദന പ്രക്രിയയുടെയും പരിപാലനത്തിന്റെയും ചുമതലകളിൽ വ്യാപൃതരാക്കി. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ നിങ്ങൾ എന്തിനെല്ലാം വേണ്ടിയാണോ തപസ് ചെയ്തത്, എന്തെല്ലാം ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ തപസ് ചെയ്തിട്ടുള്ളത്, ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രജേതസ്സുകളുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. അങ്ങനെ പ്രജേതസ്സുകൾ അവരുടെ തപസ് വളരെ വിജയകരമായി പൂർത്തിയാക്കി സമുദ്രത്തിനടിയിൽ നിന്നും അവർ പുറത്തേക്ക് വന്ന സമയത്ത് അവർ കണ്ടത്, ആ സമയത്ത് ഭൂമിയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. പ്രജേതസ്സുകളുടെ പിതാവ് പ്രാചീന ബർഹിഷത്തായിരുന്നു അതുവരെ രാജ്യം ഭരിച്ചിരുന്നത്. നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പ്രാചീന ബർഹിഷത്ത് രാജ്യമെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭക്തി സേവനത്തിന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. പ്രജേതസ്സുകൾ വരുന്നതിന് മുന്നേ തന്നെ പ്രജേതസ്സുകൾ വരുന്ന സമയത്ത് അവർക്ക് അവരെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിക്കണമെന്ന് മന്ത്രിസഭയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രാചീന ബർഹിഷത്ത് രാജ്യം ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് കാലം ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അനാഥമായിട്ടുള്ള രാജ്യം, അവിടെ ജനങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ സാംസ്കാരികമായിട്ട് മുന്നോട്ട് നയിക്കുന്നതിനും അവരെ വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം യജ്ഞങ്ങൾ നടത്തിക്കുന്നതിനും കൃഷി ഗോരക്ഷ സംരക്ഷണം നടത്തുന്നതിനും ഒന്നും നിർദ്ദേശം നൽകുന്നതിനും ആരും ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഒരു പ്രാകൃതമായിട്ടുള്ള ജീവിതശൈലി സ്വീകരിച്ചു. അവിടെ മുഴുവൻ, ആ കരപ്രദേശം മുഴുവൻ കാട് പിടിച്ചുപോയി. വലിയ വലിയ വൃക്ഷങ്ങൾ പടർന്ന് പന്തലിച്ചു. അപ്പോൾ പ്രജേതസ്സുകൾ സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് കണ്ടത് എന്താണ്? കരഭാഗം മുഴുവൻ വലിയ വലിയ വൃക്ഷങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ജനങ്ങളൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ആരും യജ്ഞങ്ങൾ ചെയ്യുന്നില്ല, ആരും കൃഷി ചെയ്യുന്നില്ല.
പ്രദേശമെല്ലാം കാട് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും പ്രചേതസ്സുകൾ ജനങ്ങളെ മാനുഷികമായിട്ടുള്ള രീതിയിൽ സാംസ്കാരികമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടി ആ കരഭാഗം, മരങ്ങളാൽ മൂടിക്കിടക്കുന്ന കരഭാഗം വീണ്ടും തെളിയിക്കുന്നതിന് വേണ്ടി, കാട് വെട്ടി തെളിയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അവരവരുടെ യോഗശക്തി കൊണ്ട് അഗ്നി ഉൽപ്പാദിപ്പിച്ചു. ആ അഗ്നി കൊണ്ട് ആ വനത്തെ അഗ്നിക്കിരയാക്കാൻ തുടങ്ങി. അങ്ങനെ ആ വൃക്ഷങ്ങളെല്ലാം ഭസ്മമാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വൃക്ഷങ്ങളെല്ലാം കത്തിക്കരിയാൻ തുടങ്ങി. വലിയ ഒരു കാട്ടുതീ അവിടെ ഉണ്ടായി. വൃക്ഷവംശം മുഴുവൻ നശിക്കുന്ന തരത്തിൽ ആ കാട്ടുതീ പടർന്നു. ആ സമയത്ത് വൃക്ഷങ്ങളുടെ രാജാവ്, വൃക്ഷങ്ങളുടെ ദേവത ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് വൃക്ഷങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു എന്നതാണ് പറയുന്നത്. ഭസ്മസാത് ക്രിയമാണാം സ്ഥാൻ ധ്രുവാത് വീക്ഷ പിതാമഹ ആഗത ശമയാമാസ പുത്രാൻ ബർഹിഷ്മതോനയെ. പിതാമഹൻ തന്നെ ആ വൃക്ഷങ്ങളുടെ പ്രാർത്ഥന കേട്ട് വൃക്ഷവംശം മുഴുവൻ നശിച്ചു പോകും, ഇങ്ങനെ കാട്ടുതീ പടരുകയാണെങ്കിൽ വൃക്ഷങ്ങൾ മുഴുവൻ ലോകത്ത് നിന്ന് ഇല്ലാതായി പോകും എന്ന് പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ അവിടെ പ്രചേതസ്സുകളോട് വന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വൃക്ഷത്തെ മുഴുവൻ നശിപ്പിക്കരുത്, വൃക്ഷങ്ങളുടെ വംശത്തെ നശിപ്പിക്കരുത്. വൃക്ഷങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ തന്നെ വൃക്ഷങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങൾ നിർത്തണം എന്ന് പ്രചേതസ്സുകളോട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. മറ്റു വൃക്ഷങ്ങളെല്ലാം ആ സമയത്ത് വളരെ ഭയചകിതരായി നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു. പ്രചേതസ്സുകളുടെ പ്രവൃത്തി കൊണ്ട് വൃക്ഷങ്ങൾക്കെല്ലാം വലിയ ഭയമായി. അവരെന്ത് ചെയ്തു? ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അവർ വളർത്തിയ മാരീഷ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന സമയത്ത് പ്രചേതസ്സുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാരീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണം, അവൾ നിങ്ങൾക്ക് അനുയോജ്യയാണ്, നിങ്ങളുടെ അതേ സ്വഭാവമുള്ള പെൺകുട്ടിയാണ്, അവളെ വൃക്ഷങ്ങൾ വളർത്തിയിട്ടുള്ളതാണ്, അവൾ കണ്ടു മഹർഷിയുടെയും പ്രംലോച എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരസിന്റെയും പുത്രിയാണ് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. വൃക്ഷങ്ങൾ മാരീഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ മാരീഷയിൽ ബ്രഹ്മാവിന്റെ തന്നെ പുത്രൻ അടുത്ത ജന്മം എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. 48ാമത്തെ ശ്ലോകത്തിൽ തേജ ബ്രഹ്മണ ആദേശാൻ മാരിഷാം ഉപയേമിരേ യസ്യാം മഹത് അവജ്ഞാന അജനയോനിജ. ആ മാരീഷയിൽ അജനയോനിജൻ എന്ന് പറയുന്നത്, അജനൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ പുത്രൻ വീണ്ടും ജന്മം എടുത്തു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ളത് ആരാണ്? ഇവിടെ ദക്ഷനാണ്. കാരണം എന്താണ്? യസ്യാം മഹത് അവജ്ഞാന, മഹത്തായിട്ടുള്ള മഹാനായിട്ടുള്ള മഹാദേവനെ അവഗണിച്ചിട്ടുള്ള ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ പുത്രൻ മഹാദേവനെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അനാദരവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാരാണ്? അത് ദക്ഷനാണ്. ദക്ഷയാഗത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സതിയുടെ ദേഹവിയോഗം, അതേപോലെ ദക്ഷൻ മഹാദേവനെ അവഗണിക്കുന്നത്. ദക്ഷൻ മഹാദേവനെ പല രീതിയിലും വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ മഹാദേവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ദക്ഷന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നശിച്ചുപോയി. ദക്ഷന്റെ തല പോലും പോയി. പിന്നീട് ഒരു ആടിന്റെ തലയായിട്ട് ദക്ഷന് ജീവിക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് ദക്ഷൻ ആ ഒരു തെറ്റിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം വർഷം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപസ്സിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു മനുഷ്യജന്മം അല്ലെങ്കിൽ പ്രജാപതിയായിട്ട് വീണ്ടും ജനിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ മാരീഷയുടെയും പ്രചേതസ്സുകളുടെയും പുത്രനായിട്ട് ദക്ഷൻ പുനർജനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ ജന്മം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ദക്ഷൻ രണ്ടാമത് ജന്മം എടുത്തപ്പോഴത്തേക്ക് സമയം എത്ര കടന്നുപോയി? ചാക്ഷുഷമന്നന്തരമായി എന്നാണ് പറയുന്നത്. ചാക്ഷുഷേ ദ്വന്ദ്വരേ പ്രാപ്തേ പ്രാക്സർഗേ കാലവി.
ദക്ഷൻ ഇപ്പോൾ പ്രചേതസ്സുകൾക്ക് രണ്ടാമത് ജനിച്ചിട്ടുള്ളത് ഏത് മന്വന്തരത്തിലാണ്? ചാക്ഷുഷ മന്വന്തരത്തിലാണ് എന്ന് പറയും. നേരത്തെ ദക്ഷയാഗം നടന്നിട്ടുള്ളത് ഏത് മന്വന്തരത്തിലാണ്? സ്വയംഭവ മന്വന്തരത്തിലാണ് അല്ലെ? സത്യയുഗത്തിലാണ് അല്ല, അത് യുഗത്തിന്റെ കണക്കാണ്. എല്ലാ മന്വന്തരത്തിലും യുഗങ്ങളുണ്ട്. ഒരു മന്വന്തരത്തിൽ 72 യുഗങ്ങളുണ്ട്. ഒരു ബ്രഹ്മാവിന്റെ പകലിൽ 1000 യുഗങ്ങളും 14 മനുക്കന്മാരുമാണ്. ഒരു മനുവിന്റെ ജീവിതകാലത്തിൽ 72 യുഗങ്ങൾ മാറി മാറി വരും. അപ്പോൾ ആറാമത്തെ മന്വന്തരമായി. ആദ്യത്തെ മന്വന്തരത്തിലാണ് ദക്ഷയാഗം നടന്നത്, സ്വയംഭുവ മന്വന്തരത്തിൽ. സ്വയംഭുവ മനുവിന്റെ മക്കളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? സ്വയംഭുവ മനുവിന്റെ വംശചരിതമാണ് വിതുരന് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സ്വയംഭുവ മനുവിന്റെ 2 മക്കൾ, ഉത്താനപാദനും പ്രിയവ്രതനും. ഉത്താനപാദൻ 2ാമത്തെ പുത്രനാണ്. പക്ഷെ ആദ്യം വിവാഹം കഴിച്ച് വംശപരമ്പര ഉണ്ടായിട്ടുള്ളത് ഉത്താനപാദനാണ്. ഉത്താനപാദന്റെ പുത്രൻ ധ്രുവന്റെ പുത്രൻ വത്സരൻ അല്ലെ? പിന്നീട് ഉൽമുഖൻ എന്ന് പറഞ്ഞിട്ട് ധ്രുവന്റെ വംശം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വത്സരൻ, പുഷ്പാർണൻ, യുഷ്ടൻ, സർവതേജ, ചക്ഷുഷൻ, ഉൽമുഖൻ, അങ്കൻ. അങ്കന്റെ പുത്രൻ വേനൻ. വേനന്റെ പുത്രൻ പൃഥുമഹാരാജാണ്. പൃഥുമഹാരാജാവിന്റെ വംശത്തിലാണ് പ്രാചീന പരീക്ഷത്ത് വന്നത്. പ്രാചീന പരീക്ഷത്തിന്റെ പുത്രന്മാരാണ് പ്രചേതസ്സുകൾ. അപ്പോൾ ധ്രുവ മഹാരാജാവിൽ നിന്ന് പ്രചേതസ്സുകളിലേക്ക് എത്തിയ സമയത്തേക്ക് തന്നെ 6 മന്വന്തരം കടന്നുപോയി എന്നാണ് പറയുന്നത്. 6 മന്വന്തരം കടന്നുപോയി. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 7ാമത്തെ മന്വന്തരത്തിലാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് 7ാമത്തെ മന്വന്തരത്തിലാണ്. ഇപ്പോൾ തൊട്ട മുന്നത്തെ മന്വന്തരത്തിലാണ് പ്രചേതസ്സുകളുടെ ചരിത്രം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മന്വന്തരങ്ങളുടെ പേര് ശീലപ്രഭാതർ കൊടുത്തിട്ടുണ്ട്. ആ മന്വന്തരത്തിലുള്ള മനുക്കന്മാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. സ്വയംഭുവൻ, സ്വരോജിഷൻ, ഉത്തമൻ, താമസൻ, ദൈവതൻ, ചാക്ഷുഷൻ. 6ാമത്തേത് ചാക്ഷുഷനാണ്. 7ാമത്തേത് വൈവസ്വതൻ. പിന്നീട് സാവർണി, ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, ദേവസാവർണി, ഇന്ദ്രസാവർണി. അതൊക്കെ വരാൻ പോകുന്നതാണ്. ആ മനുക്കന്മാരുടെ പേരിൽ തന്നെയാണ് ആ മന്വന്തരവും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട മുന്നിലുള്ള ചാക്ഷുഷ മന്വന്തരത്തിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ ചക്ഷുഷ മന്വന്തരത്തിൽ ദക്ഷൻ വീണ്ടും പുനർജനിച്ചു. അദ്ദേഹം സ്വയംഭുവ മന്വന്തരത്തിൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പ്രജാസൃഷ്ടി അദ്ദേഹം ഈ ചാക്ഷുഷ മന്വന്തരത്തിൽ തുടർന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് അദ്ദേഹത്തിനെ പ്രജാപതിയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ദക്ഷ പ്രജാപതി എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം മഹാദേവനെ അവഗണിച്ചത് കൊണ്ട്, മഹാദേവനോട് അനാദരവ് കാണിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അല്ലെ? വൈഷ്ണവ അപരാധം അദ്ദേഹം ചെയ്തു. ഏറ്റവും വലിയ വൈഷ്ണവനായിട്ടുള്ള മഹാദേവനോട്, വൈഷ്ണവാനാം യഥാശംഭു, ഏറ്റവും വലിയ വൈഷ്ണവനോട് അദ്ദേഹം ആ വൈഷ്ണവ അപരാധം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മലക്ഷ്യം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം വീണ്ടും മഹാദേവനോട് ക്ഷമാപണം നടത്തി വലിയ തപസ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പ്രചേതസ്സുകളുടെയും മാരീഷയുടെയും പുത്രനായിട്ട് പുനർജനിക്കാനുള്ള അവസരം ലഭിച്ചു. വലിയ ഐശ്വര്യത്തിൽ തന്നെ രാജപുത്രനായിട്ട് ജനിക്കാനുള്ള അവസരം ലഭിച്ചു. വീണ്ടും അദ്ദേഹം ആ സ്വയംഭവ മന്വന്തരത്തിൽ ചെയ്യാൻ സാധിക്കാത്ത പ്രജാസൃഷ്ടി ഈ ചാക്ഷുഷ മന്വന്തരത്തിൽ വന്ന് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇനി അടുത്ത അധ്യായത്തിൽ നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് ധ്രുവ മഹാരാജാവിനെ കുറിച്ച് നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാര്യം മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലെ? മൈത്രേയ മഹർഷി നേരത്തെ ധ്രുവ മഹാരാജാവിന്റെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ധ്രുവന്റെ മഹാത്മ്യം,
ഈ ധ്രുവന്റെ മഹാത്മ്യം പിന്നീട് നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധ്രുവന്റെ ചരിതം പറഞ്ഞ ഉടനെ അപ്പോഴാണ് പ്രചേതസ്സുകൾ ചോദിക്കുന്നത്, അപ്പോഴാണ് വിതുരൻ ചോദിക്കുന്നത്, ആരാണ് പ്രചേതസ്സുകൾ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ പ്രചേതസ്സുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ധ്രുവന്റെ മുഴുവൻ വംശത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ശേഷം പൃഥുമഹാരാജാവിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പൃഥുമഹാരാജാവിന്റെ വംശത്തിൽ വന്നിട്ടുള്ള പ്രാചീന പരിഷത്തിനെ കുറിച്ച് പറഞ്ഞു. പ്രാചീന പരിഷത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് പുരഞ്ജനോപാഖ്യാനവും ഒക്കെ ഉണ്ടായത്. അതിനുശേഷം പ്രചേതസ്സുകളെ കുറിച്ച് പറഞ്ഞു. പ്രചേതസ്സുകളെ കുറിച്ച് പറഞ്ഞ സമയത്താണ് രുദ്രഗീതം ഉണ്ടായത്. അല്ലെ, രുദ്രൻ പ്രചേതസ്സുകൾക്കാണ് രുദ്രഗീതം പറഞ്ഞു കൊടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ദക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ദക്ഷൻ പ്രചേതസ്സുകൾക്ക് പുത്രനായിട്ട് പുനർജനിച്ചു. ദക്ഷൻ വീണ്ടും സന്തതി പരമ്പരകളെ ഉൽപാദിപ്പിച്ചു. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചു കിട്ടി എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഈ സ്കന്ധത്തിൽ, 4ാമത്തെ സ്കന്ധത്തിൽ ഒരു അധ്യായം കൂടിയാണുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് 5ാമത്തെ സ്കന്ധം തുടങ്ങാൻ സാധിക്കും. അപ്പം അത് നമുക്ക് അടുത്ത ദിവസം 39ാമത്തെ അധ്യായം അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര